സുന്ദരമായ റോഡുകളിലൂടെ നമ്മളങ്ങനെ യാത്ര ചെയ്യുമ്പോ എന്റെ നേതാവ് പോയത് എങ്ങനെയാണ്? ബദർ വഴിയാണ് നമ്മൾ പോകാറുള്ളത്. സാധാരണ ബദർ വഴിയാണ് CK ട്രാവൽസിന്റെ ഇതുവരെയുള്ള എല്ലാ യാത്രകളും ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിൽ നിർണായകമായ യുദ്ധമായിരുന്നല്ല ബദർ യുദ്ധം. മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാരാ? ഒരു സംശയമില്ലാതെ പറയാം, ബദരീകളാണ്. നിങ്ങളെ കവിച്ചു നോക്കാൻ ആരുമില്ല. ജിബ്രീൽ കടന്നു വന്ന ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിലേക്ക് എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഉമ്മത്തിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ? അതിൽ പറഞ്ഞു, ബദറിൽ പങ്കെടുത്തവരാ. ആ ബദറിൽ പങ്കെടുത്ത ആളുകളാണ് ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലും. ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി തലയിലുള്ള 5000 മലക്കുകൾ അല്ലാഹ് ഇറക്കി. ആ മലക്കുകളാണ് അള്ളാഹിന്റെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠം. കാരണം എന്താണ്? അവർ ബദറിൽ പങ്കെടുത്തവരാണ്. ആ ബദരീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഈ കെട്ടിന്റെ ഉള്ളിലാണ്. ബദരീങ്ങൾ 14 പേര് ഷഹീദായി. അതിന് അബൂ ബക്കർ റളിയല്ലാഹു അൻഹു അല്ലാത്തവരുടെയൊക്കെ അവരുള്ളത് കെട്ടിന്റെ ഉള്ളിലാണ്. അങ്ങനെ നമ്മൾ മദീനയിലേക്ക് യാത്രയാവുകയാണ്. മദീന അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുട്ടയാണ്. മദീന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. അങ്ങനെ മസ്ജിദുൻ നബവിയിലേക്ക് നമ്മൾ ചെന്നാൽ, മസ്ജിദുൻ നബവിയിലേക്ക്, പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന പ്രാർത്ഥനയിൽ ചൊല്ലി മസ്ജിദുൻ നബവിയിലേക്ക് പ്രവേശിക്കുക. മസ്ജിദുൻ നബവിയിൽ പ്രവേശിച്ച റൗള എന്ന് പറയുന്ന സ്ഥലം, എന്റെ ഖബർ മിമ്പറുകൾക്കിടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്. ആ സ്ഥലത്ത് ചെന്നുകാണ്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാം. തഹിയ്യത്ത് നിസ്കരിക്കാൻ റൗള അവിടെ കഴിഞ്ഞില്ലെങ്കിൽ പള്ളിയിൽ എവിടെയാണോ സൗകര്യപ്പെട്ടതെങ്കിൽ അവിടെ തഹിയ്യത്ത് നിസ്കരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയുക. ഇതാണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തോട് നിന്നുകൊണ്ട് സലാം പറയാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതിൽ ആദ്യം 2 ദ്വാരം കാണാം. അപ്പോസിറ്റ് 2 ദ്വാരം കണ്ടോ? ആളുകൾ അവിടെ നിന്നിട്ട് സലാം പറയുന്നത് കാണാം. സത്യത്തിൽ അവിടെ ഒന്നുമില്ല. അവിടെ ഒന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ അത് ശ്രദ്ധിക്കാത്തതും വരികയാണ്. അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 3 പ്ലേറ്റുകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖബറിന് നേരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരും, സിദ്ദീഖ് എന്ന ഖബറിന് നേരെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരും, ഉമർ ഫാറൂഖിന്റെ ഖബറിന് നേരെ അത് എഴുതിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് നോക്കിയാൽ മതി. അത് കഴിഞ്ഞ അടുത്തത് ഈ കാണുന്ന വലിയ ദ്വാരം, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഖബറുള്ളത്. അവിടെ നമ്മൾ ചെന്ന് നിന്നാൽ നബി തങ്ങൾ നമ്മുടെ മുഖത്തേക്ക് നോക്കണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖബറിന്റെ മുമ്പിലെത്തുമ്പോ, ആ ഹുജറയുടെ മുമ്പിലെത്തുമ്പോ വളരെ വളരെ അച്ചടക്കത്തോടുകൂടി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് നമ്മൾ സലാം പറയാം. അങ്ങനെ കഴിയില്ലെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഇതും സലാമിന്റെ രൂപമാണ്. തൊട്ടടുത്ത ദ്വാരത്തിന്റെ മുമ്പിലേക്ക് നിന്നിട്ട് അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ് സലാം പറയാം. തൊട്ടടുത്ത ദ്വാരത്തിന് മുമ്പിലേക്ക് നിന്നിട്ട് അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നെ ഈ റൗള എന്ന് പറയുന്ന സ്ഥലത്ത് പരമാവധി നിസ്കാരങ്ങളൊക്കെ നേരത്തെ വന്ന് ആ സ്ഥലത്തിരിക്കുകയും നിസ്കരിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ സ്ത്രീകളോട് പറയാനുള്ളത്, സ്ത്രീകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖബർ സിയാറത്ത് ചെയ്യാനും റൗളയിൽ ചെല്ലാനുമുള്ള സംവിധാനം സൗദി ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പോ ആ സമയങ്ങൾ സ്ത്രീകൾ ഉപയോഗപ്പെടുത്തുക. വളരെ വളരെ ആദരവോടുകൂടി കടന്നു വരികയും റൗളയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുകയും മുത്തുനബിയോട് സലാം പറയുകയും സിദ്ദീഖുൽ അക്ബർ തങ്ങളോടും ഉമർ ഫാറൂഖ് തങ്ങളോടും റളിയല്ലാഹു അൻഹുമാ ഇവരോടും സലാം പറയുകയും ചെയ്ത് അവിടെ ഇരുന്നുകൊണ്ട് മനസ്സിലിട്ട് ചെയ്യാനാണ് സമയം കണ്ടെത്തേണ്ടത്. ആ കാര്യങ്ങൾ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ മദീനയിൽ ജന്നത്തുൽ ബഖീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരടക്കം 10,000-ഓളം വരുന്ന സ്വഹാബികളടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ അടക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബലവത്ത ഹലീമത്തു സഅദിയ അടക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ അടക്കം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കം, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അടക്കം 10,000-ഓളം വരുന്ന സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത്, ജന്നത്തുൽ ബഖീഅ.
സ്ത്രീകൾക്കുള്ളിലേക്ക് പ്രവേശനം ഇല്ല, പുറത്തു നിന്നുകൊണ്ടവർക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. ആണുങ്ങൾക്കുള്ളിലേക്ക് പ്രവേശനമുണ്ട്. സുബഹിക്ക് ശേഷവും അസർക്ക് ശേഷവും അതിന് ഗേറ്റ് തുറന്നു കൊടുക്കാറുണ്ട്. ആ സമയം ഉപയോഗപ്പെടുത്തി ഉള്ളിൽ ചെന്നുകൊണ്ട് ഈ സ്ഥലങ്ങൾ കാണുകയും ചെയ്യുകയും ചെയ്യാവുന്നതാണ്. മദീനയിൽ നമ്മൾ സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് ഉഹദ് മല. ഉഹദ് മല ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള മലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഹദുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ഉഹദ് നമ്മളെ ഇഷ്ടപ്പെടുന്നു, ഉഹദ് നമ്മെ ഇഷ്ടപ്പെടുന്നു, ഉഹദിനെ നമുക്കും വലിയ ഇഷ്ടമാണ്. ഉഹദ് ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. അവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലം മസ്ജിദുൽ ഖിബ്ലത്തൈൻ. അതുപോലെ തന്നെ അവിടെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദുൽ ഖുബായ്. മസ്ജിദുൽ ഖുബായിലുള്ള 2 റക്അത്ത് നിസ്കാരത്തിന് ഉംറയുടെ കൂലിയുണ്ട്. എല്ലാവരും പോകാനും നിസ്കരിക്കാനും ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും മഹത്വമുള്ള ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ യാത്രയിലൂടെ പോകാനും അവിടെ ചെന്നുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ കാണാനും അവിടുത്തെ മുൻകാല ചരിത്രങ്ങളൊക്കെ ഓർക്കാനും നമുക്ക് കഴിയും. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർ റഹീമായ രാജാതി രാജനായ മലികുൽ ജബ്ബാറായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ വെച്ചുകൊണ്ട് ചൊല്ലിയ സ്വലാത്തുകളെ ഞങ്ങളുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവിടുത്തെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, അതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ മുഴുവൻ മഹാരഥന്മാരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ ഉഖറവിയായ പദവികൾ നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, അവിടേക്ക് ഹഖ് ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ തമ്പുരാനെ. പടച്ചവനെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതായും വലുതായും കോടിക്കണക്കിന് തെറ്റ് ചെയ്ത് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും നാവുകൊണ്ട് പറഞ്ഞതും കൽബുകൊണ്ട് ചിന്തിച്ചതും കൈകൊണ്ട് പിടിച്ചതും കാതുകൊണ്ട് നടന്നതുമായ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പൊറുത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഉസ്താദുമാരും മശായിഖന്മാർക്ക് പൊറുത്തു കൊടുക്കണേ തമ്പുരാനെ. സന്താനങ്ങൾ, കുടുംബക്കാർ, ബന്ധപ്പെട്ടവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് കടപ്പാടുള്ളവർ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും പൊറുത്തു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവരെ, ഞങ്ങളുടെ ഖൽബ് നീ ശുദ്ധിയാക്കണേ റഹ്മാനേ. പടച്ചവനെ, ഭാവി ജീവിതം നിന്റെ പൊരുത്തത്തിലായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ലത് പഠിക്കാനും നല്ലതുപോലെ ജീവിക്കാനും പടച്ചവനെ നല്ല നിലക്ക് മരിച്ചു പോകാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനേ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റണേ തമ്പുരാനെ. ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെ എല്ലാ രോഗങ്ങളും നീ ശിവയാക്കണേ തമ്പുരാനെ.
മാരകമായ രോഗം സാധുക്കളായ ഞങ്ങൾക്ക് തരരുതേ തമ്പുരാനെ. ക്യാൻസർ രോഗം തന്നുകൊണ്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തരുതേ തമ്പുരാനെ. അറ്റാക്ക് രോഗം തന്നുകൊണ്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്തരുതേ തമ്പുരാനെ. സഹിക്കാൻ കഴിയാത്ത രോഗം തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കൽ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ജീവിതം ഹൈറാകുന്ന കാലത്ത് ഇസ്സത്തോടെ ജീവിക്കാനും മരണം ഹൈറാകുന്ന കാലത്ത് ഈമാനോടുകൂടി മരിക്കാനുമുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന തരത്തിൽ ഒരു സെക്കൻഡ് പോലും ഈ ദുനിയാവിൽ ഞങ്ങളെ കടത്തരുതേ തമ്പുരാനെ. അത്തരം ഘട്ടത്തിലുള്ള സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരിച്ചു പോകാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതവും മരണവും നിന്റെ പൊരുത്തത്തിലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തനങ്ങളിലും എല്ലാം ഹൈറും ബർക്കത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, സംശുദ്ധമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. കച്ചവടക്കാരുടെ കച്ചവടത്തിലും കൃഷിക്കാരുടെ കൃഷിയിലും ശമ്പളക്കാരുടെ ശമ്പളത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പടച്ചവരെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. നടുറോഡിൽ ചിഹ്നിച്ചവരെ മരിക്കേണ്ട അവസ്ഥ സാധുക്കളായ ഞങ്ങൾക്ക് തരരുതേ തമ്പുരാനെ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരരുതേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം റാഹത്തിലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ സ്വാധീനമായ മക്കളാക്കണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ സഹോദരിമാരെ ഞങ്ങളുടെ കുടുംബങ്ങളുണ്ട്. സ്വാധീനമായ ഇണകളെ അടുപ്പിച്ചു തരണേ തമ്പുരാനെ. വിവാഹം കഴിഞ്ഞ സഹോദരിമാരുടെ ജീവിതം സ്നേഹസമ്പുഷ്ടമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. സ്വാധീനങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. സ്വാധീനങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പുണ്യമായിരിക്കുന്ന ഹറമൈൻ ശരീഫിലേക്ക് ഞങ്ങളെ നാടി വിളിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പുണ്യമായിരിക്കുന്ന ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് അതിനു വേണ്ടി തയ്യാറെടുത്ത പെണ്ണും സഹോദരന്മാർക്ക് അതിനുള്ള തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. അതിനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആരോഗ്യത്തോടുകൂടി കഅബ ശരീഫിന്റെ സമീപത്ത് ചെല്ലാനും ഇബാദത്ത് ചെയ്യാനും ഭാഗ്യം നൽകണേ തമ്പുരാനെ. പടച്ചവരെ, മഖബൂലായ ഉംറയെ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങളിൽ വരുന്ന എല്ലാ പോരായ്മകളും നീ പരിഹരിക്കണേ തമ്പുരാനെ. അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകി സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. പടച്ചവനെ, പോയിട്ടവരുടെ കുടുംബങ്ങളിൽ മടങ്ങിയെത്താനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ ത്വാഅത്തിലായി ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. കടങ്ങൾ കുട്ടി സലാമത്താക്കണേ തമ്പുരാനെ. പടച്ചവനെ, കാണാനില്ല എന്ന് പറഞ്ഞ ആ സഹോദരൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണെന്നും എവിടെയാണെന്നും നിനക്കറിയാമെന്ന് റബ്ബേ. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വിവരം ആ കുടുംബത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് ആ സഹോദരന്റെ വിവരം ആ കുടുംബത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആ കുടുംബത്തെ നീ സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും രോഗശരീരാണ്, ശമനം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടു പോയി ഖബറിന്റെ ഉള്ളിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. നല്ല പാപവും അവരുടെ ജീവിതകാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ തമ്പുരാനെ. അവരുടെ നന്മകളെല്ലാം നീ കബൂലാക്കണേ തമ്പുരാനെ. അവരുടെ കബറുകളിലേക്ക് സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان
ربك رب العزة عما يصفون السلام على المرسلين. വിദേശയാത്രയോ സ്വദേശയാത്രയോ ഏതുമാകട്ടെ, ജോലി, ബിസിനസ്, വിനോദം, തീർത്ഥാടനം തുടങ്ങി ആവശ്യങ്ങൾ ഏതുമാകട്ടെ, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. CK ട്രാവൽസ്, ആമയൂർ, പട്ടാമ്പി. നിങ്ങളുടെ യാത്രാവേളകൾ സുഖാനുഭൂതി ഉണർത്തുവാൻ നിസ്തുലമായ സേവനത്തിന്റെ പാതയിലൂടെ 15 വർഷത്തെ പരിചയ സമ്പത്തുമായി നിങ്ങൾക്ക് ലഭ്യമാകുന്നു ഞങ്ങളുടെ അതുല്യമായ സേവനങ്ങൾ. ബസ്, റെയിൽവേ, എയർ ടിക്കറ്റുകൾ, വിസിറ്റിംഗ് വിസ, വിസ സ്റ്റാമ്പിംഗ്, പാസ്പോർട്ട്, എമിഗ്രേഷൻ സർവീസ്, റെന്റ് കാർ, കൊറിയർ, ഹോളിഡേ പാക്കേജ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, മണി ചേഞ്ചിംഗ് തുടങ്ങി മുഴുവൻ സേവനവും കൃത്യതയോടെയും ഉത്തരവാദിത്തത്തോടെയും നിർവഹിക്കുന്നു. CK ട്രാവൽസ്, ആമയൂർ, പട്ടാമ്പി. ഫോൺ 0466231111 9446573193 9447163193 9388193100. ഫാക്സ് 046623111358.